ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൊബൈലിലും കമ്പ്യൂട്ടറിലുമുള്ള റാം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. എന്നാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. ഞാനിതൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ശ്രമിക്കാം. അതായത് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയലുകൾ നമ്മൾ അടുത്തുള്ള ഒരു റൂമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഫയലിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോയി അടുത്ത റൂമിൽ നിന്ന് ഫയൽ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മേശയിൽ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി കുറേയേറെ ഫയലുകളുടെ ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ റൂമിൽ പോയിട്ട് ഫയൽ വെച്ചിരിക്കുന്ന റൂമിൽ പോയിട്ട് ആ ഫയൽ എടുത്തുകൊണ്ട് വരും. എന്നാൽ എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ആ ഫയൽ വെക്കാനായിട്ടുള്ള സ്ഥലവും നമ്മളുടെ മേശയിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ മേശ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫയലുകൾ കൊണ്ട് അവിടെ വെച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അവിടെ നിന്ന് ഫയലുകൾ എടുത്ത് ഓരോ ജോലികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്താ ചെയ്യുക? ഈ ഫയലുകളെല്ലാം കൂടെ എടുത്ത് നമ്മളുടെ ഫയൽ ഇരുന്ന റൂമിൽ കൊണ്ട് തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിക്കുക. ഇതേപോലെ തന്നെയാണ് ഏകദേശം നമ്മളുടെ മൊബൈലിലും റാം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫയൽ എടുത്തുകൊണ്ട് വന്ന ആ റൂം സ്റ്റോറേജ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൊണ്ടുവച്ച ആ ഫയലുകൾ കൊണ്ടുവച്ച മേശ റാം ആണെന്ന് വിചാരിക്കും. ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. അത് നമ്മുടെ മൊബൈലിലുള്ള ഇന്റേണൽ മെമ്മറിയേക്കാളോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡിനേക്കാളോ ഒക്കെ ഒരുപാട് മടങ്ങ് കൂടുതലാണ് അതിന്റെ സ്പീഡ്. റാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു 32 GB 16 GB മെമ്മറി കാർഡ് ഉണ്ടാക്കുന്നതിനും കോസ്റ്റ് ആകും ഒരു 1 GB റാം ഉണ്ടാക്കാനായിട്ട്. അതായത് നമ്മളുടെ ഫോണിലുള്ള ഇന്റേണൽ മെമ്മറിയോ അല്ലെങ്കിൽ SD കാർഡോ ഒരു കാരണവശാലും നമ്മളുടെ റാമിന്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. അതേപോലെ ഫാസ്റ്റ് ആയിട്ടാണ് റാം നമ്മളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ പ്രവർത്തിക്കുന്നത്. റാം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-ന് വേണ്ട ഫയലുകൾ ഏറ്റവും പെട്ടെന്ന് CPU-ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയാണ് നമ്മളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ റാം ചെയ്യുന്നത്. മൊബൈലിൽ നമ്മൾ കുറെ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇതൊന്നും തന്നെ റാമിലല്ല ഇൻസ്റ്റാൾ ആകുന്നത്. ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡിലോ ആയിരിക്കും ഇൻസ്റ്റാൾ ആകുന്നത്. റാമിന്റെ ജോലി തുടങ്ങുന്നത് നമ്മൾ എപ്പോൾ ഫോൺ ഓൺ ആക്കുന്നു ആ സമയം മുതലായിരിക്കും റാം ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ എപ്പോൾ വരെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു ആ സമയം വരെ CPU-ലേക്ക് വിവരങ്ങൾ കൊടുക്കുകയും അവിടെ നിന്ന് വിവരങ്ങൾ ഏറ്റവും പെട്ടെന്ന് എടുക്കുകയും ചെയ്യുകയാണ് റാമിന്റെ ജോലി. കമ്പ്യൂട്ടറിൽ റാം കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു 4 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയെന്ന് വിചാരിക്കുക റാം കുറവായിട്ടുള്ള കമ്പ്യൂട്ടറിൽ. അതിനുശേഷം നമ്മൾ 5ാമതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ആ ആപ്ലിക്കേഷന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം നമ്മൾ ആദ്യം ഓപ്പൺ ആക്കിയ 2 3 ആപ്ലിക്കേഷനുകൾ റാമിൽ നിന്ന് മാറ്റി പുതിയതായിട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്ന ആപ്ലിക്കേഷന് റാമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനുകൾ ക്ലോസ് ആയിട്ട് പോകും. വീണ്ടും പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കിയത് റാമിലേക്ക് വരും. വീണ്ടും നമ്മൾ ആദ്യം നമ്മുടെ റാമിൽ നിന്ന് മാറിപ്പോയ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം വീണ്ടും ആ ആപ്ലിക്കേഷൻ റാമിലെത്തി അവിടെ നിന്നുമാണ് ഓപ്പൺ ആകുന്നത്. മൊബൈലിൽ റാം കൂടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി എത്രയും റാം കൂടിയിരിക്കുന്നോ അത്രയും നല്ലതാണ്. നമുക്ക് 10 20 50 ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. റാം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ഓപ്പൺ ആയ ആപ്ലിക്കേഷനുകളൊക്കെ CPU ക്ലോസ് ചെയ്യും. എന്നാൽ റാം കൂടുതലാണെങ്കിൽ നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഓപ്പൺ ആക്കാം. മൊബൈലിൽ റാം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ ഏകദേശം കുറഞ്ഞത് ഒരു മിനിമം റിക്വയർമെന്റ് 2 GB റാമെങ്കിലും ഉണ്ടായിരിക്കണം. 2 GB കുറവാണ് റാമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫോൺ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 1 GB റാം ഉള്ള ഒരു ഫോണിൽ നമ്മൾ 1-2 ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കുറയും. അതുകൊണ്ട് എത്രയും കൂടുതൽ റാമുള്ള ഫോൺ നമുക്ക് മേടിക്കാൻ സാധിക്കുമോ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ കമ്പനികളും അവരുടെ ആപ്ലിക്കേഷനുകളുടെ ക്വാളിറ്റി കൂട്ടാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്താണ് ആപ്ലിക്കേഷനുകളൊക്കെ അപ്ഡേറ്റ് വരുന്നത്. അങ്ങനെയുള്ള അപ്ഡേറ്റ്സിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഫോണിനെ ബേസ് ചെയ്തായിരിക്കില്ല, അല്ലെ 1 GB 2 GB ഉപയോഗിക്കുന്ന ഒരാളുടെ ഫോണിന് വേണ്ടി ആയിരിക്കത്തില്ല ഇനിയുള്ള ആപ്ലിക്കേഷനുകൾ വരുന്നത്. ഇനിയുള്ള ആപ്ലിക്കേഷനുകൾ 4 GB 5 GB 8 GB വരെ റാമുള്ള ഫോണുകളാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഫോണുകൾക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള ആപ്ലിക്കേഷനുകളെല്ലാം അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം ഫോൺ എടുക്കുക. കാരണം 1000-2000 രൂപ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ റാമുള്ള ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മൊബൈലിൽ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏകദേശം 300 MB ഫേസ്ബുക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ റാം യൂസ് ചെയ്യും. ക്വാളിറ്റി കൂടിയ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ വരുന്നത്. പുതിയ ജനറേഷനിലുള്ള സ്മാർട്ട് ഫോണിന് വേണ്ടിയാണ് എല്ലാ ആപ്ലിക്കേഷനും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മിനിമം റിക്വയർമെന്റ് ഒരു 2 GB എങ്കിലും ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ വളരെ ഈസി ആയിട്ട് മൾട്ടി ടാസ്കിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ 3 GB 4 GB റാമിന്റെ ആവശ്യം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു 2 GB മിനിമം റിക്വയർമെന്റ് ആണ്. 2 GB നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കും. എന്നാൽ 3 GB 4 GB ഉണ്ടെങ്കിൽ ഫീച്ചറിലേക്ക് നല്ലതാണ്. റാം നമ്മളിപ്പോൾ കുറഞ്ഞ ഫോൺ എടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് റാം കൂട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ റാം ഒരു കാരണവശാലും നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. ഒരു മെമ്മറി കാർഡ് ഇട്ട് വേണേൽ നമ്മുടെ ഫോണിൽ നിന്നും മെമ്മറി കൂട്ടാൻ സാധിക്കും. അതേപോലെ നമുക്ക് റാം ഫോണിൽ കൂട്ടാൻ സാധിക്കത്തില്ല. പല സുഹൃത്തുക്കളെ മെസ്സേജ് വരാറുണ്ട്, ഞാൻ ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്ക് ഫോണിൽ റാം കൂട്ടണം. ഒരു കാരണവശാലും ഫോൺ റൂട്ട് ചെയ്തതിലൂടെ ഫോണിൽ റാം കൂട്ടാൻ സാധിക്കത്തില്ല. അതിനുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. എന്നാൽ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ആ വീഡിയോ കാണാൻ സാധിക്കും. കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും നമുക്ക് റാം കൂട്ടാൻ സാധിക്കും. ഫോണിൽ ഒരു കാരണവശാലും നമ്മളുടെ ഫോണിൽ നമുക്ക് റാം കൂട്ടാൻ സാധിക്കത്തില്ല. വിൻഡോസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പെൻഡ്രൈവ് റാമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നമുക്ക് റാം പെർഫോം ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും ഇങ്ങനെ പെൻഡ്രൈവും മറ്റും ഉപയോഗിച്ച് നമ്മൾ റാം കൂട്ടുന്നത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യത്തില്ല. ഇങ്ങനെ പെൻഡ്രൈവ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ റാം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടറിന്റെ ലാഗ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ 4 GB 6 GB ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നമ്മൾ റാം ഉണ്ടാക്കി റാം പെർഫോം ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും ഇത് പെർഫോം ചെയ്തില്ല. കുറച്ച് ലാഗ് ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ അല്ലെ ലാപ്ടോപ്പിൽ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. ഇനി എല്ലാ 2 GB 3 GB റാം ഒരേപോലെ ആയിരിക്കത്തില്ല. എല്ലാം പല പല രീതിയിലുള്ള റാമുകളാണ്. നിങ്ങൾക്കറിയായിരിക്കും പ്രോസസ്സറിലും ഒരു സ്പീഡുണ്ട്, അത് ജിഗാഹെർട്സിലാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും DDR2, DDR3, DDR4, DDR5. ഇതൊക്കെ റാമിന്റെ പല പല കാറ്റഗറിയാണ്. ഇതിനനുസരിച്ച് ഇത് കൂടുന്നതിനനുസരിച്ചാണ് ഇതിന്റെ സ്പീഡും കൂടി പോകുന്നത്. ഇപ്പൊ ഇതിൽ നോക്കുക, ഒരു 800 മെഗാഹെർട്സിന്റെ റാം, അല്ലെങ്കിൽ 1000 മെഗാഹെർട്സിന്റെ റാം, അല്ലെങ്കിൽ 1400 മെഗാഹെർട്സിന്റെ റാം, ഇതിങ്ങനെ കൂടി പോകുന്നതിനനുസരിച്ച് അതിന്റെ പെർഫോമൻസ് കൂടും. എത്രയും കൂടുതൽ റാമുള്ള ഫോണുകൾ നമ്മൾ എടുക്കുന്നു അത്രയും നല്ലതായിരിക്കും. നമുക്ക് ഫ്യൂച്ചറിലേക്ക് അത് ഉപയോഗമാവും. കാരണം പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ, അല്ലെ ഫോൺ അപ്ഡേറ്റ് ആകുമ്പോൾ, അല്ലെ പുതിയ ആപ്ലിക്കേഷനുകളുടെ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് അത് ഉപയോഗമാകത്തേ ഉള്ളൂ, ഒരിക്കലും നഷ്ടമാകത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ വീഡിയോ ആക്കി നിങ്ങളിൽ എത്തിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.